അതിൽ ശരാശരി മാറിയിട്ട് 40% പേര് തുടരണം എന്ന് പറയുന്നു, 53% അല്ലെങ്കിൽ 54% പേര് മാറണം എന്ന് പറയുന്നു. പക്ഷെ മാറണം എന്ന് പറയുന്ന ഒരു 53% എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു പകുതിയിൽ കൂടുതലാണ്, ഒരു വികാരമാണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 54% എന്ന് പറയുന്നത് ഒരു മുന്നണിക്ക് മാത്രം അതിൻ്റെ പിന്തുണ കിട്ടില്ല. ഇപ്പം 40% പേര് തുടരണം എന്ന് പറയുമ്പോൾ ഈ 54% പേര് രണ്ട് NDA മുന്നണിയും UDF-ഉമായിട്ട് ഭിന്നിക്കുകയാണെങ്കിൽ അത് ഏത് തരത്തിലാണെന്ന് അതുകൊണ്ട് 100% അത് ഏകപക്ഷീയമായിട്ട് മാറണമെന്നുള്ളൊരു വിധി നിർണയമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. ഒരു മത്സരം, കടുത്ത മത്സരം തന്നെ ഉണ്ടാവാം എന്നുള്ളൊരു സൂചന കൂടിയായിട്ട് ഇത് കാണണമെന്നില്ല. അത് മാത്രമല്ല, നമ്മളെപ്പോഴും കളിയാക്കി പറയുമല്ലോ, ഈ ഗോവിന്ദ മാഷൊക്കെ വന്നിട്ട് പാർട്ടിയുടെ അടിത്തറ തകർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അടിത്തറ തകർന്നിട്ടില്ല എന്നാണ് ഈ കാണുന്നത്. 40% പേര് ഈ സർക്കാർ തുടരണമെന്ന് പറയുന്നെങ്കിൽ ഇത് വലിയ കാര്യമാണ്. ഇപ്പോൾ ഈ സെഫോളജിയുടെ ടേംസിൽ പറഞ്ഞാൽ ഈ ഓപ്പോസിഷൻ യൂണിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇലക്ഷൻ മാനേജ്മെന്റിലേക്ക് അത് കടക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ 40% നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കുക, ഈ 40% വോട്ടായിട്ട് കൺവെർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. 40% വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും 15-നും 20% ഇടയ്ക്ക് വോട്ട് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അത് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ വലിയ ചാൻസ് ആണ്. 40-42% ഇടയിൽ വോട്ട് കിട്ടി കഴിഞ്ഞാൽ കേരളത്തിൽ ഭരണം പിടിക്കുന്നു. ഈ സർവേ ഇപ്പോൾ വന്ന കണക്കുകൾ വെച്ചിട്ട് ഒരു ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഒരു സാധനം അങ്ങനെ ആഘോഷിക്കാൻ മാത്രം പ്രതിപക്ഷത്തിന് വോട്ടിംഗ് ശതമാനവും അതുപോലെ സീറ്റുകളുടെ എണ്ണവും കൃത്യമായ അനുപാതത്തിൽ വരണമെന്നൊന്നുമില്ല. ഇപ്പം അടുത്ത കാലത്തുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം അങ്ങനെ കണ്ടിട്ടുണ്ട്. ശരി, അതുകൂടി ഉണ്ട്.